ഒരു തവണ കേരളത്തിന്റെ പുറത്തിരുന്നാൽ അയാൾക്കെതിരെ കേസ് വരും. അയാൾ ലാവലിൻ കേസിൽ ഉൾപ്പെടെ അറസ്റ്റിലാകും. CP അയാളുടെ കുടുംബം അറസ്റ്റിലാകും. അയാളുടെ മരുമകൻ അറസ്റ്റിലാകും. അവർ ചെയ്ത സകലമാന അഴിമതിയും കേരളത്തിന്റെ മുന്നിലേക്ക് വരും. അതുകൊണ്ട് അവർ അത് ശ്രമിക്കുമ്പോൾ ഇവിടെ പാവപ്പെട്ടവർ അരിയില്ലാതെ, വെളിച്ചെണ്ണയില്ലാതെ, പഞ്ചസാരയില്ലാതെ, ഗ്യാസ് ഇല്ലാതെ, വിദ്യാഭ്യാസമല്ലാതെ, ആരോഗ്യ പ്രശ്നങ്ങളുമായി പ്രയാസപ്പെടുമ്പോൾ നമുക്ക് മാറി ചിന്തിക്കേണ്ട, നമ്മൾ ഒരുമിച്ച് നിന്ന് കേരളത്തെ പുതിയൊരു അധികാര തലത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. ഐക്യജനാധിപത്യ മുന്നണി വളരെ കൃത്യമായി പറയുന്നു, കേരളത്തിലെ സ്ത്രീകളെ ബഹുമാനിച്ചുകൊണ്ട് പറയുന്നു, രാഹുൽ ഗാന്ധി കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാ. എന്താ ഗ്യാരണ്ടി എന്ന് പറയുന്നത്? ഇനി ഉമ്മമാർക്ക്, ഇനി പ്രിയപ്പെട്ട അമ്മമാർക്ക് ഒരു സ്ഥലത്തേക്ക് പോവേണ്ടി വന്നാൽ KSRTC-യിൽ നിങ്ങൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. പിന്നെന്താ പറയുന്നത്? പിന്നെ പറയുന്നത് പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോടാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾ, നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ ഒരു പെൺകുട്ടിക്ക് 1000 രൂപ വെച്ച് സ്കോളർഷിപ്പ് തരാൻ ഐക്യജനാധിപത്യ മുന്നണി തയ്യാറാണ്. പിന്നെന്താ പറയുന്നത്? കേരളത്തിലെ ചെറുപ്പക്കാർ, ഇപ്പൊ ചെറുപ്പക്കാരില്ല, ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, എടാ നമ്മൾ പള്ളി ഈ പെരുന്നാൾക്കൊക്കെ ആണല്ലോ എല്ലാവരും കാണുക, നമ്മൾ പുറത്തിറങ്ങി എല്ലാവരോടും നല്ല സൗഹൃദത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയമാണല്ലോ ഈ പെരുന്നാളൊക്കെ, അന്തർക്കൊക്കെ കാര്യം ഉണ്ടാവും. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലെ കുറെ ചെറുപ്പക്കാരെ കാണാൻ പറ്റും, ആരെയും കാണാനില്ല, എല്ലാവരും പുറത്താണ്, നാട്ടിൽ ആർക്കും പണിയില്ല. ഇതിന് പറയുന്ന പേര് ബ്രെയിൻ ഡ്രെയിൻ എന്നാണ്. തലച്ചോറിനെ കക്കുക എന്ന് പറയാ, തലച്ചോറിനെ വലിച്ചെടുക്കുക. ഇന്ത്യയിലെ നല്ല കഴിവുള്ള ചെറുപ്പക്കാരൊക്കെ വിദേശത്താണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചെറുപ്പക്കാർക്കൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് വരണം. കോട്ടയത്തൊക്കെ പല വീടുകളും ഒഴിഞ്ഞു കിടക്കുക. ആ വീടുകളൊക്കെ വൃദ്ധസദനങ്ങൾ പോലെ, അല്ലെങ്കിൽ വയസ്സായ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ അമ്മയും അച്ഛനും മാത്രമുള്ള വീടുകളായി ഒതുങ്ങുക. കേരളത്തിലെ ചെറുപ്പക്കാർ വീടുകൾ വിട്ട്, നാടുകൾ വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് വിദ്യാഭ്യാസത്തിന്, അവർക്ക് തൊഴിലിന് കേരളത്തിൽ സൗകര്യമൊരുക്കാൻ 5 ലക്ഷം രൂപ അവർക്ക് വായ്പ, പലിശരഹിത വായ്പ നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. വയോജനങ്ങൾക്ക്, വൃദ്ധർക്ക് പെൻഷൻ 3000 രൂപ നൽകുകയും അതോടുകൂടെ തന്നെ അവർക്ക് ആവശ്യമായ പുതിയൊരു മിനിസ്റ്റീരിയൽ സംവിധാനം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംവിധാനത്തിലല്ലാതെ മറ്റാർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? വേറെ ആരെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും നമുക്ക് ഉണ്ടാവാറുണ്ട്. പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ ചിലപ്പോൾ നമുക്ക് പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. സ്ഥാനാർത്ഥി എന്നെ കണ്ടപ്പോൾ മിണ്ടിയില്ല, സ്ഥാനാർത്ഥി എന്നെ കണ്ടപ്പോൾ ചിരിച്ചില്ല, എന്റെ വീടിന്റെ അവിടേക്ക് മാത്രം കോൺക്രീറ്റ് ഇട്ടില്ല, 2 വീട് അപ്പുറം തൊട്ട് വരെ കോൺക്രീറ്റ് ഇട്ടു, അയാൾ എന്റെ വീട്ടിലെ കല്യാണത്തിന് മാത്രം വന്നില്ല, അതുകൊണ്ട് ഞാൻ സ്ഥാനാർത്ഥിനോട് മിണ്ടൂല, എന്റെ വീട്ടിൽ 210 വോട്ടുണ്ട്, ഞാൻ തരൂല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒരു കാര്യമില്ലാതെ നമ്മൾ ഇങ്ങനെ വഴക്കിനും വക്കാണത്തിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു സമയമല്ല ഇത്. കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടാവേണ്ട സമയമാണ്. അപ്പൊ എനിക്കും നിങ്ങൾക്കും, നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് ഐക്യത്തിന്റെ പേരായി ടീം UDF ആയി നമ്മൾ നിലനിൽക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ഇപ്പൊ ഉള്ളത്. നിങ്ങൾ ആലോചിച്ചൊക്കെ, സാദിഖ് അലി ശിഹാബ് തങ്ങളെ വരെ ഈ വെട്ടുകിളി കൂട്ടം വിടുന്നില്ല. പ്രിയപ്പെട്ട തങ്ങൾ, കേരളത്തിന്റെ മതേതര പ്രവർത്തനങ്ങളുടെ സുൽത്താനായ തങ്ങൾക്കെതിരെ പോലും വ്യാജ വാർത്തകൾ കെട്ടിച്ചമക്കുന്ന ഒരു സംവിധാനമായി ഇവർ മാറുമ്പോ മറുപടി കൊടുക്കണ്ടേ പ്രിയപ്പെട്ടവരെ? അങ്ങനെ മറുപടി കൊടുക്കാൻ നമുക്ക് ലഭിച്ചിട്ടുള്ള അവസരത്തിന്റെ പേരാണിത്. ഈ കോഴിക്കോടിന്റെ മണ്ണിൽ ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത തരത്തിൽ കേരളത്തിൽ 38 വർഷത്തിന് ശേഷം ഐക്യജനാധിപത്യ മുന്നണിയുടെ MLA-മാർ, കോൺഗ്രസിന്റെ MLA-മാർ, UDF-ന്റെ MLA-മാർ ഒരുമിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ പോണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്, നിങ്ങൾക്കൊരു ഉത്തരം. ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അഭിഭാഷകനാണ്. 1 മാസം ഞാൻ എൻ്റെ സീനിയറിൻ്റെ അടുത്ത് ലീവ് ചോദിച്ചിട്ടാണ് ഈ കേരളത്തിലെ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എല്ലായിടത്തേക്കും പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. കാരണം നമുക്ക് എന്താണ് വാട്ട് ഐ ക്യാൻ ഡു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ? എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുക. ഇനിയൊരു ഭരണം കേരളത്തിൽ വന്നാൽ അത് BJP-യോട് കൂടെയുള്ള ഭരണമായിരിക്കും. BJP-യുടെ 10 MLA-മാർ കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാകുമ്പോൾ ഏത് BJP-ആണെന്ന് നിങ്ങൾ ഓർക്കണം. ഗുജറാത്തിൽ 2000 മനുഷ്യരെ തലയെറുത്ത് കൊന്ന് കത്തിച്ചു കളഞ്ഞ നരേന്ദ്രമോദിയുടെ BJP-ഇല്ലേ, ആ BJP കേരളത്തിന്റെ നിയമസഭയിൽ വരുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഏത് BJP-ആണെന്ന് നിങ്ങൾ ആലോചിക്കണം. പള്ളിയിലെ ബാങ്ക് വിളി കേൾക്കുമ്പോൾ പള്ളിയിലെ ഖബർസ്ഥാനിലേക്ക് നിങ്ങൾ പോകൂ, അവിടെയുള്ള മനുഷ്യരുടെ കബന്ധങ്ങൾ നിങ്ങൾ മാന്തിയെടുക്കൂ, എന്നിട്ട് അവിടുത്തെ സ്ത്രീകളെ ബലാത്കാരം ചെയ്യൂ എന്ന് പ്രസംഗിച്ച യോഗി ആദിത്യനാഥിന് വേണ്ടി സംസാരിക്കുന്ന BJP ഉണ്ടല്ലോ, ആ BJP കേരളത്തിന്റെ നിയമസഭയിലേക്ക് കയറുന്നത് നിങ്ങൾ ഭയപ്പെടണം. മുസഫർ നഗറിലും ബഗൽപൂരിലും ജഗൽപൂരിലും ഭീവണ്ടിയിലും ബീഹാറിലും ബോംബെയിലും തെരുവോരങ്ങളിൽ മനുഷ്യരുടെ കബന്ധങ്ങൾ കൊന്നുകൂട്ടി കത്തിച്ച വർഗീയ കോമരങ്ങളായ RSSകാരുണ്ടല്ലോ, അവർ കേരളത്തിന്റെ നിയമസഭയിലേക്ക് കയറരുതെന്ന് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണം. അതിന് ഇന്ദിരാഗാന്ധിയുടെ, രാഹുൽ ഗാന്ധിയുടെ, ജവഹർലാൽ നെഹ്റുവിന്റെ ചോര ശരീരത്തിലൂടെ ഓടുന്ന ഈ രാഷ്ട്രീയമുണ്ടല്ലോ, ഈ ഐക്യജനാധിപത്യ മുന്നണി ഉണ്ടല്ലോ, അത് അധികാരത്തിലേക്ക് വരണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ പാറക്കലിനെ ജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
തറവ് വിഷയം മനസ്സിലാ ചെന്നൈക്ക് പോണോ മനസ്സിലാ മൻസൂർ പോണം നിങ്ങളുടെ പോണ്ട് ഇന്നലെ കണ്ടിരുന്നു നമ്മളെ മൻസൂർക്ക് പോണെന്ന് പറഞ്ഞിട്ട് പോകുന്ന നോക്കാം അറിയില്ല ഒന്ന് നോക്കട്ടെ ദിവസങ്ങൾ മാത്രമേ നമ്മൾ 94